ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിപ്പോഴും ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ കർക്കല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ടു വരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒരുപാട് ജെയിൻ ബസദീസും അങ്ങനെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയുള്ള ഒരുപാട് പഴയ ഹിസ്റ്റോറിക്കലായിട്ടും പിന്നെ കുറേ ക്ഷേത്രങ്ങളും പഴയ പൗരാണികമായ ക്ഷേത്രങ്ങളും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കുറേ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഫുഡ് തന്നെയാണ്. ഇതാണ് ഈ ഒരു സെക്ടറിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. അതിന് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ ഒപ്പിയെടുക്കുന്നു എന്ന് മാത്രം. ഇതിപ്പോൾ നോക്കിയ ഒരു കാട് പ്രദേശമാണ്. ചീവീടിൻ്റെ ശബ്ദം എൻ്റെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് വരുന്നുണ്ട്. രസമുണ്ട്. മഴ പ്രതീക്ഷിച്ച് വന്നാൽ എനിക്ക് ഇതുവരെ മഴ കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ പോകുന്ന ഈ 5 ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നേരെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗോമതേശ്വർ സ്റ്റാച്ചു കാണാനാണ്. അതൊരു വലിയൊരു ഹ്യൂജ് മോണോലിത്തിക് ഒരു സ്റ്റോണിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ജെയിൻ സ്റ്റാച്ചു ആണ്. അതാണ് ബാഹുബലി സ്റ്റാച്ചു, ഏറ്റവും വലുത്. അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, പ്ലീസ് കം, നമ്മുടെ കൂടെ വരിക. ഓക്കെ, അപ്പോൾ ഗോമതേശ്വർ സ്റ്റാച്ചു കണ്ടു തുടങ്ങി. അമ്മേ, നമ്മൾ ആ പാറയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ്. ഇത് കാറ് പോകുന്ന റൂട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സിറ്റി. അത് വലിയൊരു റോക്കിൻ്റെ മുകളിലാണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ കംപ്ലീറ്റ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ചുറ്റോട് ചുറ്റും മലനിരകൾ. ബാഹുബലിയുടെ സ്റ്റാച്ചുവിൻ്റെ നേരെ പാരലായിട്ട് കയറുന്നതിന് മുന്നേ തന്നെ നേരെ ഓപ്പോസിറ്റ് ബ്രഹ്മയക്ഷ മാനസ്തംഭ, 25 അടി പൊക്കത്തിൽ. അതിൻ്റെ മുകളിൽ യക്ഷയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഡേറ്റ് 29/2/1436, 14-ാം നൂറ്റാണ്ട്. ഓ മൈ ഗോഡ്. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മലനിരകൾ. ഇതിനകത്തേക്ക് കയറാം. ബാഹുബലി, മൈ ഗോഡ്, ശ്രീ ബാഹുബലി സ്വാമി, ത്യാഗവീര ഭഗവാൻ. ഇവിടെ പാദപൂജ ചെയ്യാനൊക്കെ പറ്റും, പാലൊഴിച്ചിട്ട് എല്ലാം. പക്ഷെ അത് രാവിലെയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഹോമകുണ്ഡങ്ങളാണ്. ഹോമകുണ്ഡം എന്ന് പറയുമ്പോൾ ഇത് once in 12 years മഹാ അഭിഷേകം നടക്കുന്ന സമയത്ത് ഇവിടെ ഹോമകുണ്ഡത്തിൽ ഇങ്ങനെ ഹോമം നടക്കുന്നുണ്ടാവും. only once in 12 years. ചുറ്റുമുള്ള മതിൽക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ വെട്ടുകല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെട്ടുകല്ല്, ബാക്കിയെല്ലാം കരിങ്കല്ലാണ്. ഒരു മോണോലിത്തിക് സ്റ്റാച്ചു ആണിത്. മോണോലിത്തിക് ഒറ്റക്കല്ലിൽ ഉള്ളത്. 42 feet ആണ് അതിൻ്റെ ഹൈറ്റ്. കാർക്കാലയിലെ ഗോമതേശ്വര സ്വാമിയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഇതൊരു 42 foot മോണോലിത്തിക് സ്റ്റാച്ചു ഓഫ് ലോർഡ് ബാഹുബലി. ഇറ്റ് വാസ് കോൺസിക്രേറ്റഡ് ഓൺ February 13, 1432 CE ആണ്. എത്ര നൂറ്റാണ്ട് പിന്നിലേക്ക് പോകണം. ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് വീരപാണ്ഡ്യ ഭൈരരാസ വോഡയാർ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ ജെയിൻ മോങ്ക് ലളിത കൃതി. ഈ സ്റ്റാച്ചുവിനെ കുറിച്ച് പറഞ്ഞാൽ ഹിസ്റ്റോറിക് ടെസ്റ്റമെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈ ഒരു ഭാഗം കർക്കാലയൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ജെയിൻ ഹെറിറ്റേജ് സൈറ്റുകളായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഹിസ്റ്റോറിക് ടെസ്റ്റമെൻ്റ് ആണിത്. ഒരു മോണ്യുമെൻറ്റുമാണ്, ഇതൊരു ടെസ്റ്റമെൻ്റ് പോലെയാണ്. കൺസ്ട്രക്ഷനെ കുറിച്ചും ഒറിജിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കിങ് ഓഫ് ദി കലാസ കർക്കാല ഭൈരരാസ ഡൈനാസ്റ്റി എന്ന് പറയും. അതിലെ രാജാവാണിത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കാലത്താണിത്. പിന്നെ ഈ രാജാവിൻ്റെ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ വിജയനഗർ എംപയറിൻ്റെ അവരൊരു വാസൽ പോലെ പ്രവർത്തിച്ചിരുന്ന സമയമാണ്. ഈ രാജാക്കന്മാരെല്ലാം തന്നെ, അതുമാത്രമല്ല വിജയനഗർ എംപയറൊക്കെ ആണെങ്കിൽ ദേ വർ ദ ഫ്യൂഡിറ്ററീസ് ഓഫ് ദ വിജയനഗർ എംപയർ ആൻഡ് ഹൂ ഹെവിലി പേട്രണൈസ്ഡ് ജെയിനിസം ഡ്യൂറിങ് ദ 15th century. അതുകൊണ്ടാണ് ഇങ്ങനെ ജെയിൻ ഇതുപോലത്തെ സ്ട്രക്ചേഴ്സും ഇതുപോലത്തെ മോണോലിത്തിക് സ്റ്റാച്യൂസും ഒക്കെ ഉണ്ടായത്, ബസതികളുണ്ടായതും ഒക്കെ. ഇനി ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്താണെന്ന് അറിയണ്ടേ. അതായത് ഇത് ഒറിജിനൽ ഗോമതേശ്വര സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ ശ്രാവണ ബെൽഗോളയിലെയാണ്. അത് 983 CE ഉണ്ടാക്കിയത്, ബിൽഡ് ചെയ്തത്. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ബാഹുബലി സ്റ്റാച്ചു ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലെജൻഡ് പറയാനാണെങ്കിൽ ഈ സ്കൾപ്ചറിനെ കുറിച്ചുള്ള ലെജൻഡാണ്. ലോക്കൽ ഫോക്ക് ലോർ പറയുന്നത് ഒരു റിനൗണ്ട് ആയിട്ടുള്ളൊരു മാസ്റ്റർ സ്കൾപ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കൽക്കുട. അദ്ദേഹമാണ് ഈ ഒരു ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ളൊരു സ്റ്റാച്ചു കാർവ് ചെയ്തെടുത്തതെന്നാണ് പറയുന്നത്. ഈ കഥയുടെ ഭാഗമായിട്ട് പിന്നെ കേൾക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിങ് ഓഫ് കാർക്കാല എന്താ ചെയ്തതെന്നറിയോ? ആ സ്കൾപ്ചറിൻ്റെ ലെഫ്റ്റ് ആം
ആൻഡ് റൈറ്റ് ലെഗ് ആംപ്യൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്, മുറിച്ച് മാറ്റി. അപ്പോൾ ഇതൊരു വളരെ ക്രൂവൽ സ്റ്റെപ്പായിരുന്നു, മെഷറായിരുന്നു. ഇത് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ആ സ്കൾപ്റ്റർ അത്രയും വലിയൊരു റിനൗണ്ട് മാസ്റ്റർ സ്കൾപ്റ്ററായിരുന്നു. അദ്ദേഹം ഇതുപോലെ മറ്റൊരു സ്റ്റാച്ചു ഉണ്ടാക്കാതിരിക്കാനായിട്ട്, സോ ദാറ്റ് ഈ കാർക്കാല ഗോമതേശ്വരൻ്റെ ബ്യൂട്ടിയെ വെല്ലുന്ന മറ്റൊരു സ്റ്റാച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർക്കാല രാജാവ് അങ്ങനെ ചെയ്തത്. പക്ഷേ പിന്നെ 12 വർഷത്തിലൊരിക്കലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മസ്തക അഭിഷേകം വരുന്നത്. വലിയ ഒരു അഭിഷേകമാണ് എവറി 12 ഇയേഴ്സ്. ആ സമയത്ത് ഈ ഒരു ഫുൾ സ്റ്റാച്ചുവിനെ പാല്, പിന്നെന്താ കുങ്കുമപ്പൂവ്, നെയ്യ്, ഇങ്ങനെയെല്ലാം കൊണ്ട് ഇങ്ങനെ അഭിഷേകം ചെയ്യുന്ന വലിയ ചടങ്ങാണ്. ആ സമയത്താണ് ഇവിടുത്തെ ഹോമകുണ്ടങ്ങളെല്ലാം പ്രവർത്തിക്കുന്നൊരു സമയമായിരിക്കും. കാർക്കാല ഗോമതേശ്വര ചരിത്ര ഒരു പോയമുണ്ട്, അത് കമ്പോസ് ചെയ്തിരിക്കുന്ന ചതുരചന്ദ്രമ 1686 കമ്പോസ് ചെയ്തത്. കാർക്കാല ഗോമതേശ്വര ചരിത്ര എന്ന് പറഞ്ഞിട്ട് അതിൽ കുറേ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മഹാമസ്താഭിഷേകത്തിനെ കുറിച്ചും അതിൻ്റെ റിച്വൽസിനെ കുറിച്ചും അതെങ്ങനെയാണ് ഇവിടെ അത് പെർഫോം ചെയ്യുന്നതെന്നും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കിട്ടും. ഇത് ഉടുപ്പിയിൽ നിന്ന് 37 കിലോമീറ്ററാണ്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുമ്പോൾ ഉടുപ്പിയിൽ വരുന്നവരൊക്കെ ഒരു 37 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കർക്കാല വരാം. വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഈ സ്റ്റാച്ചു തന്നെ ഫേസ് ചെയ്യുന്നത് മാനസ്തംഭ, നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ടില്ല ഒരു പില്ലർ, അത് മാനസ്തംഭയാണ്, അതിനെയാണ് ഫേസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ബസതി, നമ്മൾ ആ ഒരു ബസതിയിൽ പോയി കഴിഞ്ഞു, ചതുർമുഖ ബസതി, അതിനാണ് ഫേസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഉടുപ്പി ടൂറിസം വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇൻസ്റ്റലേഷൻ 13/2/1432. അയ്യോ, ഇങ്ങനെ നോക്കണം, രക്ഷയില്ല. ചുറ്റും കരിങ്കല്ല് കൊണ്ട് തന്നെ ഫെൻസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഇവിടെ വരെ എൻട്രി ഉണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് നോക്കിയേ, കുറേ തീർത്ഥങ്കരാസിൻ്റെ സ്കൾപ്ചേഴ്സും ഉണ്ട്. ഇതെല്ലാം കല്ലിലിങ്ങനെ കൊത്തിയെടുത്താണ്. ഇത് അഭിഷേകമൊക്കെ നടക്കുന്ന സമയത്ത് ജലവും പാല്, തേൻ, എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ വഴി താഴേക്ക് പോയിട്ട് ഇതുവഴി തീർത്ഥമായിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, അവിടെ ഇങ്ങനെ ഓല വെച്ചിട്ടുണ്ട്, അതുവഴിയാണ് പുറത്തേക്ക് പോകുന്നത്. ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. പ്രാർത്ഥിക്കണം, കാണണം, മസ്റ്റ് വിസിറ്റ്. ഉടുപ്പിയിൽ വരികയാണെങ്കിൽ കാർക്കാല മിസ് ചെയ്യേണ്ട. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് കരിങ്കല്ലിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ മതിലെല്ലാം വെട്ടുകല്ലാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ പൂജയ്ക്കായിട്ട് ഇവിടുത്തെ സ്വാമി വന്നിട്ടുണ്ട്. സ്വാമി എന്ന് പറഞ്ഞാൽ ദിഗംബരനാണ്. അദ്ദേഹം ഒരു വസ്ത്രവും ധരിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒരു മയിൽപ്പീലിയുടെ ഒരു വെഞ്ചാമരം പോലെ ഒരു കാര്യം കയ്യിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് പാദപൂജയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം. അപ്പോൾ ഇത് ജൈനിസത്തിൽ 2 വിഭാഗമുണ്ട്, ശ്വേതംബരാസ് ആൻഡ് ദിഗംബരാസ്. ദിഗംബരാസ് എന്ന് പറഞ്ഞാൽ ആകാശവും ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ, അതാണ് അവരുടെ വസ്ത്രം. അവർ വസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല, തുണിയിലൊന്നും. ഒരു തുണിക്ക് പോലും വേദന എടുക്കാത്ത രീതിയിലാണ്. ശ്വേതംബരാസാണെങ്കിൽ വൈറ്റ് ഡ്രസ്സ് ഇടും. ഇത് ഇവിടുത്തെ ഈ ഒരു ഗോമതേശ്വര സ്റ്റാച്ചുയുടെ ഒക്കെ പോറ്റിയൊക്കെ ദിഗംബരനാണ്. ഓക്കെ, പേരെന്നെ നെയിം ലയനാ? ഇതൊരു വളർത്തുന്നതാണ്. നോക്കൂ, ഇവൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ദൈവമാണ് ലയന. ഹലോ, ഇതൊരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ്. നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നത്. എഴുതി വെച്ചിട്ടുണ്ട്, വലിയ ഫൈനൊക്കെ കൊടുക്കേണ്ടി വരും ഇതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ വെയിലൊക്കെ താന്നു, പക്ഷേ ഇവിടെ പുറത്ത് കുറച്ച് വെയിലുണ്ട്. പക്ഷേ നല്ല ഭംഗിയാണ് ഇവിടെ നോക്കുമ്പോൾ അപ്പുറത്തെ കാഴ്ച. നമുക്ക് ഇവിടെ നോക്കിയാൽ ബസതി കാണാൻ പറ്റും. ചതുർമുഖ ബസതി ഓപ്പോസിറ്റ് അല്ലേ, അത് കാണാം. ഒരു കോട്ട പോലെ ചുറ്റോട് ചുറ്റും ഒരു കെട്ടാണ്. ഇതാണ് നടന്നു വരുന്നവർ വരുന്ന വഴിയാണ്. നമ്മൾ കാറിലാണ് വന്നത്. സ്റ്റെപ്സ് ഉണ്ട്, താഴേക്ക് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചതുർമുഖ ബസതി നേരെ ഓപ്പോസിറ്റ് കാണാം.
ആ ഒരു റോക്കിൻ്റെ മുകളിലാണ്, ആ റോക്കിൻ്റെ മുകളിൽ ആ റോക്ക് വെച്ച് തന്നെയാണ് അതിനകത്ത് ഈ ഒരു വസതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിന്നും കൊത്തി എടുത്താണ് ആ ഒരു ജെയിൻ മോണുമെൻറ്റ്, ആ ഒരു ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ, ആ ഒരു വസതി അഥവാ ജെയിൻ ടെമ്പിൾ. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിന്ന് നമ്മുടെ ചതുർമുഖ വസതി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളവിടെ കയറി കണ്ടു. ഇവിടെ നോക്കുമ്പോൾ ആ സ്ട്രക്ചറിൻ്റെ ആ ഒരു അത്രയും വലുത് ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല, കാരണം ഇത്രയും ഡിസ്റ്റൻസിൽ നിൽക്കണം. പക്ഷെ അവിടെ പോയി കാണുമ്പോൾ അറിയാമല്ലോ ഓരോ പില്ലേഴ്സിൻ്റെയും ഒരു സൈസും സ്ട്രക്ചറും. സച്ച് എ ഹ്യൂജ് കോംപ്ലക്സ്, അതിമനോഹരമാണ്, ഒന്നും പറയാനില്ല. ഇതെല്ലാം തന്നെ മോണ്യുമെൻറ്റ്സാണ്, കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടി നമ്മുടെ പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് കാണാം, ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് കാണാം. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറിങ്. ഇത് റോഡിൽ നിന്ന് കറക്റ്റ് പടിക്കെട്ടുകൾ ഇങ്ങനെ ആ കല്ലിൽ തന്നെയാണ് കൊത്തി എടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ പാറയാണല്ലോ, ഈ പാറയുടെ മുകളിലാണിത്. ഇപ്പോഴാണ് കാറൊക്കെ വരുന്ന ഒരു റൂട്ടും കൂടി സെറ്റാണ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അകത്തിപ്പോൾ 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ഓക്കെ, അകത്തുനിന്ന് എല്ലാവരെയും പുറത്തേക്ക് ഇറക്കും. പക്ഷേ ഈ ഒരു സമയം കുറച്ച് നേരമൊക്കെ ഇവിടെ ചുറ്റി കളിച്ചൊക്കെ നിൽക്കുക. അപ്പോൾ വെയിലൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ആ ഒരു മനോഹാരിതയും പച്ചപ്പും ഒക്കെ നമുക്ക് കാണാം. നല്ല ക്ലിയർ സ്കൈ ആണ്, നിന്ന് മഴയൊന്നുമില്ല. എനിക്ക് പക്ഷേ മഴ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അത് എങ്ങനെ നമ്മുടെ ഷൂട്ടിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് അറിയില്ല. ഓക്കെ, കാണാം. ഇവിടെ നോക്കിയാൽ ബാഹുബലി സ്റ്റാച്യൂയുടെ ഒരു ഹാഫ് കാണാം, തലയുടെ ഈ വയറിൻ്റെ ഈ ചെസ്റ്റ് പോർഷൻ വരെ. അത്രയും ഹൈറ്റിലാണല്ലോ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ബെഞ്ചസ്, കല്ലിലുള്ള ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ദിഗംബരാസിൻ്റെ സെക്റ്റാണ്, ജൈൻ ദിഗംബര സെറ്റിൻ്റെ ആണ് ഈ ഒരു ടെമ്പിളൊക്കെ. ഓക്കെ, അവർക്ക് ദിഗാണംബരം, അതായത് പ്രപഞ്ചമാണ് അവരുടെ വസ്ത്രം, അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ശ്വേതംബരാസ് വൈറ്റ് ഡ്രസ്സ്. ഇത് എന്ത് ഭംഗിയാണ്. ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്ന ഏരിയയാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഞാനിപ്പോൾ ധൃതി പിടിച്ച് ഓടുന്നത് എന്താ അറിയോ, 6 മണി കഴിഞ്ഞാൽ ഈ ഗേറ്റ് അവർ അടയ്ക്കും. കാറ് വരേണ്ട വഴിയാണത്. പുള്ളി 6 മണിക്ക് അത് കൂട്ടിയിട്ട് ആൾ സ്കൂട്ടറിൽ പോയി അവിടെ ലോക്ക് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇറങ്ങണം. പ്രകാശ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഹോട്ടൽ പ്രകാശ്, ഇവിടെ നല്ല റെസ്റ്റോറൻ്റാണ്. ഇവിടെ താമസിക്കാൻ റൂംസും ഉണ്ട്. അപ്പോൾ ഹോട്ടൽ പ്രകാശിലേക്കാണ് ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത്. അതെ, ഇത് താമസിക്കാൻ നല്ല റൂംസ് കിട്ടുന്ന സ്ഥലം. ഞങ്ങളിതിവിടെ രാവിലെ വന്ന ദിവസം വന്നപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവർ റൂമെല്ലാം ഫുള്ളാണെന്നും പറഞ്ഞു. സ്വർണ്ണോലി ഉണ്ടോ? സ്വർണ്ണോലി ദോശ. ഓക്കെ, സ്വർണ്ണാലി ദോശ. ഒരു സ്വർണ്ണാലി ദോശ വരണം. ഇവിടുത്തെ സ്പെഷ്യൽ ഓക്കെ ഓക്കെ ഗോളി ബാജി, ബൺസ്, പൂരി ബാജി. ഓക്കെ, ബൺസ് വേണ്ട. പൂരി ബാജി, ഗോളി ബാജി, സൊന്നാലി ദോശ. വാട്ട് ഈസ് തുപ്പ ദോശ? ತುಪ್ಪ ದೋಸೆ ಇಟ್ಸ್ ತುಪ್ಪ ಪ್ಲೇನ್ ಇದೆ ಮೇಡಮ್. ಮಸಾಲೆ ದೋಸೆ ತರನೇ ಬರುತ್ತೆ ಅದು. ಅದನ್ನ ಸೇಮ್ ಓಕೆ. ಅಲ್ಲ, ಮಸಾಲೆ ಬರೋದಿಲ್ಲ, ಮಸಾಲೆ ಇಲ್ಲದೆ. ಓಕೆ ಓಕೆ. ಜಾಕ್ ಫ್ರೂಟ್ ದೋಸೆ ಅದು ತರು. ಓಕೆ, ಜಾಕ್ ಫ್ರೂಟ್ ದೋಸೆ. ಹಲಸಿನ ಹಣ್ಣು ದೋಸೆ ഉണ്ട് ಮೇಡಮ್. കുറച്ച് സ്വീറ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ. ഗോലി ബജി വേണം. ഓക്കെ ഓക്കെ. പിന്നെ ഐസ്ക്രീംസ് ഒക്കെ പറയാം. പിന്നെ സ്വീറ്റ്സ് നിങ്ങളുടെ ഷീര, കാശി ഹൽവ, പൈനാപ്പിൾ ഷീര. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു പൈനാപ്പിൾ ഷീരയും ഒരു കാശി ഹൽവയും. കുടിക്കാൻ എന്താ? ബട്ടർ ഫ്രൂട്ട്, ടെൻഡർ കോക്കനട്ട്, പാഷൻ ഫ്രൂട്ട്, സീതാഫല, മസ്മെലൻ, ആപ്പിൾ, ഒരു സീതാഫൽ, ഒരു ആവക്കാഡോ, ബട്ടർ ഫ്രൂട്ട്. ഓക്കെ. സോ മെനി ഐറ്റംസ്. കാശി ഹൽവ. കളറൊന്നും ചേർത്തിട്ടില്ല, പ്യോർ. ഗോലി ബാജി, പൈനാപ്പിൾ ഷീറ, സ്വർണ്ണാലി ബന്നെ ദോശ. ഇനി എനിക്ക് ജാക്ക് ഫ്രൂട്ട് ദോശ തീർന്നു എന്ന് പറഞ്ഞു, പകരം നീർദോശ തന്നോളൂ. നീർദോശ വിത്ത് ചട്നി. ചട്നി ഓക്കെ. ദോശ, യെസ്, താങ്ക് യു. കുറുമ വിത്ത് ആൻഡ് ചട്നി, അതിൻ്റെ കോമ്പിനേഷൻ. ഇത് പ്യുവർ വെജ് ആണല്ലോ ഇവിടുത്തെ, അത് കാരണം നീർദോശ നോൺ വെജിൻ്റെ കൂടെയും എക്സലൻ്റ് ആണ്, പക്ഷേ ഇത് പ്യുവർ വെജ്. എൻ്റെ വിഭവങ്ങളെല്ലാം മുന്നിൽ നടന്നു കഴിഞ്ഞു. കാശി ഹൽവ, ചൂട് ഗോലി ബാജി, പൈനാപ്പിൾ ഷീര, പിന്നെ കേസരി കേട്ടോ, പൈനാപ്പിൾ കേസരി. ഇത് നീർദോശ, ഘനം കുറഞ്ഞ് വിത്ത് ചട്നി ആൻഡ് കുറുമ.
ആൻഡ് ദ ബ്യൂട്ടിഫുൾ സൊർണാലി ദോശ വിത്ത് ബെന്നെ ബട്ടർ. 2 ഫ്രഷ് ജ്യൂസ് പറഞ്ഞു. ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് ഷേക്ക് പോലെ തന്നെയാണ്. ദിസ് ഇസ് സീതാഫലം, ദിസ് ഇസ് അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട്. ഒരുപാട് ടേസ്റ്റ്, ഒന്നും പറയാനില്ല. തുടങ്ങാം. ഗോലി ബജിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ചൂട് സോഫ്റ്റ് എന്ന് നോക്കിക്കോളൂ. നമ്മൾ ബാംഗ്ലൂർ ഉടുപ്പി ട്രിപ്പിൽ ഒരുപാട് ഗോലി ബജിയൊക്കെ കഴിച്ചതാണ്. അതുകൊണ്ട് നമുക്കറിയാമല്ലോ ഓരോ സ്ഥലത്തെയും ഡിഫറൻസ്. ഇതൊക്കെ ഒരേ ബെൽറ്റാണ്. എക്സലന്റ്, അടിപൊളി കേട്ടോ. മൈ ഗോഡ്, വെരി ടേസ്റ്റി. ഇതൊക്കെ ഉടുപ്പി ഡിസ്ട്രിക്റ്റ് തന്നെയാണ്, കർക്കാലയെല്ലാം. പൈനാപ്പിൾ ചീര സോഫ്റ്റ് പൈനാപ്പിൾ ഫ്ലേവർ. നമ്മുടെ നീർദോശ, സോഫ്റ്റ് നീർദോശ. ചട്നി എല്ലാം കോമൺ ആട്ടോ. നല്ല ചമ്മന്തി, പച്ചമുളകൊക്കെ ചേർത്ത്. എൻ്റെ കുറുമ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് നീർദോശ. നല്ല കുറുമ. ഇത് വെണ്ണ ചേർത്ത് സൊർണാലി ദോശ. ഇതൊരു ചെറിയൊരു സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളൊരു ദോശ കേട്ടോ. നല്ല ചൂടോടെ കൊണ്ടുവന്നതാണ്. ഞാൻ വർത്താനം പറഞ്ഞിരുന്നത് ഇതിന് ഇച്ചിരി ചൂട് പറഞ്ഞു. എന്ത് ടേസ്റ്റാണ് സൊർണാലി ദോശ. ബട്ടർ കോമ്പിനേഷൻ രക്ഷയില്ല. ചട്നി കൂട്ടി കഴിക്കാം വേണമെങ്കിൽ അതിൻ്റെ കൂടെ. അപ്പോൾ ഒരു സ്വീറ്റ്, ഇത് ഭയങ്കര സ്വീറ്റ് അല്ല, ചെറിയൊരു മധുരം. ആ വെണ്ണയുടെ ടേസ്റ്റും പ്ലസ് ദ സ്പൈസി ചട്നി, മാരകമായ കോമ്പിനേഷനാണ്. അടിപൊളി. ഇവിടെ AC ആൻഡ് നോൺ AC റെസ്റ്റോറൻറ്റ് ആണ്. ഇത് AC-യിലേക്കാണ്. സൂപ്പർ. അത് കാശി ഹൽവ. എന്ത് ചെയ്യാനാണ്? ഹോട്ടൽ പ്രകാശ് എക്സലൻറ്റ് വെജിറ്റേറിയൻ ഫുഡ്. അപ്പോൾ നിങ്ങൾ ഉടുപ്പിയിൽ വരുവാണെങ്കിൽ കാർക്കാല ഒരു മസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കുക. ഒരു 35 കിലോമീറ്ററേ ഉള്ളൂ അവിടുന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടൽ പ്രകാശിൽ താമസിക്കാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരിക. ഓക്കെ, നല്ല സംഭവമാണ് അത്യാവശ്യം. ഇവിടുത്തെ പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടിലാണിത്. ഇഷ്ടം പോലെ അടിപൊളി വെജിറ്റേറിയൻ ഫുഡ് ഇവിടുന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതെല്ലാം കഴിച്ച് തീർത്തിട്ടാ നമുക്ക് പുറത്തേക്കാം. അമേരിക്കൻ ചോക്കോണ്ട്. ഇവിടെ ഒരു ഹണിമൂൺ സ്പെഷ്യൽ ഐസ്ക്രീം ഉണ്ട്. അതായത് 3 ലെയറിലാണ് വരുന്നതെന്ന് പറഞ്ഞു. സ്കൂപ്പായിട്ട് വാനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച് എല്ലാം കൂടി. അത് കുറച്ച് കൂടി പോകുമല്ലോ എന്ന് സംശയം. അതുകൊണ്ട് ഞാൻ എൻ്റെ അമേരിക്കൻ ചോക്കോനട്ട് പറഞ്ഞു. അതെനിക്ക് അന്ന് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഉടുപ്പിയിൽ സെക്കൻഡ് ടൈം അവസരം കിട്ടിയിരിക്കുകയാണ്. അമേരിക്കൻ ചോക്കോനട്ട് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഇത് ചോക്ലേറ്റ് ഫ്ലേവർ, മറ്റേ വാനില ഒരു ഫ്ലേവറായിരുന്നു. മറ്റേ നിറയെ നട്ട്സ് ഇട്ടിരിക്കുന്നു. ചോക്ലേറ്റ് സിറപ്പ് സോസ്. പക്ഷേ വുഡ്ലാൻഡ്സിലായിരുന്നു കുറച്ചുകൂടെ ഇഷ്ടം. ഇത് ചോക്ലേറ്റ് സ്ലാബാണ്, മറ്റേത് വാനില സ്ലാബ് കൊണ്ടായിരുന്നു. അതിലിങ്ങനെ ചോക്ലേറ്റ് സോസും നട്ട്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഓക്കെ ये चॉकलेट बट वैनिला अमेरिकन चॉकलेट ആണ് വേണ്ടത്. ഐ വാണ്ട് ഇറ്റ് അമേരിക്കൻ. ഇത് ചോക്ലേറ്റ് ചോക്കോനട്ട് ആണ്. അമേരിക്കൻ ഐ വാണ്ട് അമേരിക്കൻ. അപ്പോൾ ഇത് ചോക്ലേറ്റ് ചോക്കോനട്ടാണ്, അതുകൊണ്ടാണ് ചോക്ലേറ്റ് സ്ലാബിൽ ഇങ്ങനെ വന്നത്. ഇനി അമേരിക്കൻ ചോക്കോനട്ട് വരും, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവർക്കൊന്നും മാറിപ്പോയി. ഞാൻ ഒന്നുകൂടി പറഞ്ഞു അതും കൂടി കൊണ്ടുവരാം. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. അമേരിക്കൻ ചോക്കോനട്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു. അത് കണ്ടപ്പോഴേ സമാധാനമായി, സന്തോഷമായി. ഓക്കെ, അടിപൊളി.
സത്യമായി ഞാനിപ്പോൾ എല്ലാ ഐസ്ക്രീംസും സ്വീറ്റ്സും ഇങ്ങനെ ഈ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് വണ്ണം വയ്ക്കുന്നുണ്ട് രാവിലെയായിട്ട്. ഞാൻ മാത്രമല്ല എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ കൂടെ വന്നവരെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് സന്ധ്യയോട് കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞു ഇപ്പോൾ സാഗർ വെജിറ്റേറിയൻ പാരഡൈസ് എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതൊരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, അതിൻ്റെ താഴെയാണ്. വളരെ ഫേമസ് ആണ്, ഭയങ്കര തിരക്കുള്ള കട്ട. ഇത് അപ്സ്റ്റേഴ്സും കൂടിയുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. മുകളിൽ AC ആണ്, നമുക്ക് മുകളിലേക്ക് കയറാം. കാർക്കാല സാഗർ. ഈ സാഗർ എന്ന് പറയുന്നത് ഗോപാൽ ടവേഴ്സിലാണ്. ഒരു വലിയൊരു കോംപ്ലക്സ് ആണ്. വേറൊരു വലിയൊരു സാഗർ എന്നൊരു ബ്രാൻഡ് അതല്ല കേട്ടോ, ഇത് വേറൊരു ബ്രാൻഡാണ് സാഗർ. ദിസ് ഇസ് നൈസ്, വെരി ഫേമസ് ഹിയർ. ഇവിടെ പൊതുവേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫുഡ് ഐറ്റംസിന് ഭയങ്കര വിലക്കുറവുണ്ട്. നമ്മൾ സാധാരണ വേറെ എവിടെ പോയി കഴിക്കുന്നതിനെക്കാട്ടിലും വിലക്കുറവാണ്. ഇവിടുത്തെ സ്പെഷ്യൽ സാഗർ സ്പെഷ്യൽ താലിയാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. വെജിറ്റേറിയൻ എന്നെ മെനുവിൽ കാണിച്ചിരിക്കുന്നത് 95 rupees ഉള്ളൂ. ഓക്കെ, ഒരുപാട് കാര്യങ്ങളായിട്ട് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ താലിയാണ്. 95 rupees എവിടെ കിട്ടും താലി മീൽസ്. അപ്പോൾ അത് ഇപ്പോൾ ലഞ്ചിന് വന്നാലും താലി മീൽസ് കിട്ടും, ഡിന്നറിന് കിട്ടും. ഇതിപ്പോൾ സൗത്ത് ഇന്ത്യൻ താലിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ താലി വേണമെങ്കിൽ അതുകൊണ്ട്. സോ വിൽ ഗോ ഫോർ എ താലി മീൽസ്. ദിസ് ഇസ് അവർ സൗത്ത് ഇന്ത്യൻ താലി. പക്ഷേ പൂരി തീർന്നു, അതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ താലിയിലെ ചപ്പാത്തിയും കൂടെ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, കണ്ടോളൂ. പുലാവ്, പല്യ, തോരൻ. This is rasam, sambar, raita, kurma. Second sambar. രണ്ട് സാമ്പാറാ? Curd. And the രണ്ട് സാമ്പാർ difference? Same almost. Okay. This is പായസം. എന്ത് പായസം? റൈസ് പായസം. പപ്പടം, അച്ചാർ. ഇതാണ് ഇവരുടെ സ്പെഷ്യൽ താലി. ഓക്കെ, ഇനി പ്ലെയിൻ റൈസ് ഉണ്ടോ? ഇല്ല, ഉള്ളിപ്പുല ഉണ്ട്. വൈറ്റ് റൈസ് and boiled rice. ഓക്കെ, ഐ വോണ്ട് വൈറ്റ് റൈസ്. ഓക്കെ, Do you want now? വൈറ്റ് റൈസും കൂടി പറയാം. എനിക്ക് പുലാവൊന്നും അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. വൈറ്റ് റൈസ്, കുറുമ കറി, ചപ്പാത്തി, അടിപൊളി നല്ല കറി. ഇതൊരു ഓർഡറാണ്. ആദ്യം ചപ്പാത്തി ഓർ പൂരി വിത്ത് കുറുമ, പിന്നെ പുലാവ് വിത്ത് കുറച്ച് കുറുമയും സലാഡ് റൈത്തൊക്കെ ഉണ്ട്, അച്ചാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് റൈസ്, ബാക്കി കറികളായിട്ട് രസം, പല്യ, അതായത് തോരൻ, സാമ്പാർ, തൈര്, ഒരു കോമ്പിനേഷൻ. അവർ ഓർഡറിൽ തന്നെ കഴിക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് ഫസ്റ്റ് കോഴ്സ് ഇസ് ഓവർ. ലിറ്റിൽ പുലാവ്, എൻ്റെ ഫേവറേറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ പുലാവ്, ടേസ്റ്റിന് വേണ്ടിയാണ്. സാലഡ്, ചെറിയ അച്ചാർ വേണമെങ്കിലാവാം. മാങ്ങയുണ്ട്, സൂപ്പർ അച്ചാർ. അത് തൈരിൻ്റെ കൂടെ കഴിക്കാൻ മാറ്റി വയ്ക്കാം. നല്ല പുലാവ് റൈത്തയും. ഓക്കെ, ഇത് നമ്മുടെ റൈസ് കോമ്പിനേഷൻ. സാമ്പാർ രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് ഇച്ചിരി എരിവുള്ള ടൈപ്പും ഒന്ന് ഉടുപ്പി സ്റ്റൈൽ മധുരമുള്ളതുമാണ്. സാമ്പാർ, അതിൻ്റെ കൂടെ പപ്പടം. ഇവരുടെ പപ്പടത്തിൻ്റെ ഇവിടെ അപ്പളം എന്ന് പറയാം. നൈസ്, ഗംഭീരം. ഇനി മധുരമുള്ള കുറച്ച് ഉടുപ്പി സാമ്പാറും കൂടി എടുക്കാം. അതിലും അല്പം പപ്പടം മിക്സ് ചെയ്യാം. ലിറ്റിൽ സ്വീറ്റ്,
പക്ക ഉടുപ്പി അവരുടെ വലിയ തോരൻ. രസം. ആഹാ, ഉടുപ്പി രസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ടേസ്റ്റ് അറിയോ? അതുപോലെ തന്നെയാണ് ഇവിടെ. ചെറിയൊരു മധുരവും അടിപൊളി രസം, ഒന്നും പറയണ്ട. തൈരും ചോറും. ഓക്കെ, നോക്കട്ടെ പുളി എങ്ങനെയുണ്ട് എന്ന് നോക്കാം. തൈരുണ്ട്, കറക്റ്റാ. കുറച്ച് തൈരും കൂടി ഒഴിക്കുന്നു. ഫുൾ തൈര് ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ അച്ചാറും ഇതിന് കറക്റ്റായി. സൂപ്പർ, കറക്റ്റ് പുളി തൈര്. ഇച്ചിരി ഉപ്പ് തരണം, സോൾട്ട്. ഞാൻ ഉപ്പിൻ്റെ ആളാണല്ലോ. എല്ലാം കറക്റ്റ് പാകത്തിന് മിക്സ് ചെയ്തിട്ട് അടിപൊളി ഒരു ഫിനാലെ പോലെ. ആ ഒരു 1 to 4 കൂസ്. താലി മീൽസ് കഴിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ വെച്ചാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ എം എൻജോയിങ് മൈ സ്പെഷ്യൽ താലി. ലാസ്റ്റ് പായസം. റൈസ് പായസം. ഓക്കെ, കൊള്ളാം. അപ്പോൾ എന്തായാലും വരേണ്ട സ്ഥലമാണ്. കർക്കാല വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന എവിടെയൊക്കെ കഴിക്കണം എന്നുള്ളതിൻ്റെ പല പല ഓപ്ഷൻസാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്ന് ഇത് തന്നെയാണ്, മസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു സാഗർ സ്പെഷ്യൽ. ഓക്കെ, ഇവിടെ ദോശ, പലതരം ദോശ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ. പ്ലസ് താലി മീൽസ് 2 നേരമുണ്ട്, ഉച്ചയ്ക്കും വൈകുന്നേരം. അപ്പോൾ ഞാൻ താലി മീൽസാണ് ട്രൈ ഔട്ട് ചെയ്തത്. നിങ്ങളും അത് ചെയ്ത് നോക്കും, ഇഷ്ടം. അങ്ങനെ സാഗറിൽ നിന്ന് ഇറങ്ങുകയാണേ. അടിപൊളി ഫുഡായിരുന്നു. ഓക്കെ, ഫുള്ളാണ് വയറ്. എങ്കിലും ഇവിടെ ഒരു നല്ലൊരു ജ്യൂസിൻ്റെ ഒരു കടയുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. കാർക്കാല ബസ് സ്റ്റാൻഡിൻ്റെ വളരെ അടുത്താണ്. ഗോപാൽ ടവേഴ്സ് എന്നാണ് ഈ ഒരു ടവറിൻ്റെ പേര്. ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ. ഇവിടെയാണ് സാഗർ വെജിറ്റേറിയൻ പാരഡൈസ്. ഇത് മാധവേന്ദ്ര ജ്യൂസ് സെൻറ്റർ. ഇതൊരു നല്ല പ്രായമുള്ളൊരു ചേട്ടൻ്റെ കടയാണ്, വളരെ ഫേമസ് കട. ഷോപ്പ് ഓപ്പണാ? ഓക്കെ. പല ടൈപ്പ് ഓഫ് സോഡാസ്, സ്വീറ്റ്, സോൾട്ടോ. ഇവിടെ ഏറ്റവും മൂവിങ് ഏതാണ് ഫേമസ്? ലെമൺ, സ്വീറ്റ് ആൻഡ് സോൾട്ട്. ഓക്കെ. ഈ കാഷ്യൂ സീസൺ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഏറ്റവും നല്ലത് ഇവിടെ മറ്റേ പറങ്കിമാവിൻ്റെ ആ സീസൺ ഉള്ളപ്പോൾ അതിൻ്റെ പഴത്തിൽ നിന്നുള്ള പറങ്കിമാവില്ലേ, ആ മാങ്ങ, അതിൽ നിന്നുള്ള ജ്യൂസ് ഇവിടെ സോഡ ഇതിൽ കിട്ടും. പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇതെന്താണ്? ദോദീർ സോഡ, ബട്ടർ മിൽക്ക് സോഡ, ഫ്രഷ് ലൈം സോഡ. പിന്നെ ഇത് വാട്ട് ഇസ് ദിസ്? പ്ലെയിൻ സോഡ. ഓക്കെ. ഹിങ് വാഷ്, കായം ഇട്ടിട്ടല്ലേ? ഓ. ജിഞ്ചർ സോഡ, കൊക്കും സോഡ, മസാല സോഡ, ജൽജീര, ഒരു നോർമൽ ഫ്രഷ് ലൈം സോഡ, സ്വീറ്റ് ആൻഡ് ബോത്ത് മിക്സ് ചെയ്ത്. അപ്പോൾ ഈ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് വയറൊക്കെ ഒന്ന് സെറ്റാകാനായിട്ട് നല്ലതാണ് സോഡ കുടിക്കുന്നത്, ഇങ്ങനത്തെ സോഡാസ്. പിന്നെ ഇവിടെ ജിഞ്ചർ സോഡയുണ്ട്, വേണമെങ്കിൽ അത് വേണമെങ്കിലും കുടിക്കാം. കൊക്കും സോഡയുണ്ട്. ഓക്കെ, ഇതൊരു സ്ട്രീറ്റാണ്. ഇത് ഭയങ്കര ഫേമസ് ആട്ടോ ഈ കട. നല്ലൊരു ക്യൂട്ട് ആളാണ്, നമ്മളിപ്പോൾ കണ്ടില്ലേ, അതാണ് ഓണർ. മാധവേന്ദ്ര ജ്യൂസ് സെൻറ്റർ. ഓക്കെ, താങ്ക് യു. ഷൂട്ട് ചെയ്യാൻ വന്നതാണ് കർക്കാല മുഴവത്തിരിയിൽ. നിങ്ങളിവിടെയാ? ഞങ്ങൾ ഡോക്ടേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് നൈസ്. ശരി. ഇവിടെ വരാറുണ്ടോ? ആണ്. അല്ല, ഇവിടെ ഇഷ്ടമുള്ള കടയാണോ? ഓക്കെ, സന്തോഷം. എവിടെ? നാട്ടിലെവിടെയാ? മലപ്പുറം, തിരുവല്ല. ഓ, സന്തോഷം. കുടുംബോള്. ഓക്കെ, താങ്ക് യു. സ്വീറ്റ് ആൻഡ് സോൾട്ട് സോഡ അല്ലേ?
കാജു സോഡ സീസൺ, അതാണ് കാജു സോഡ. അതായത് പറങ്കി മാങ്ങയിൽ നിന്നുണ്ടാക്കുന്നത്. ഫെബ്രുവരി മാർച്ച് ഉള്ളി. ഫ്രഷ്. ഇനി ഒരു കൊക്കും സോഡ ഓൾസോ അതുണ്ടോ? ഓക്കെ ഓക്കെ, ഒരു കൊക്കും സോഡയും കൂടെ കുടിക്കാം. റൂഅബ്സയുടെ സോഡയുണ്ട്. ഇത് തന്നെ ഭയങ്കര ഒരു സമാധാനം വയറിനിങ്ങനെ. ആഹാ, കൊക്കുമോ നല്ലതാണ് വയറിന്. ഗോവൻ കൊക്കും പുളിയുടെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. നിയർ വെങ്കട്ടരമണ ടെമ്പിളാണ്. രഥവീതി എന്നാണ് പറയുക. അതായത് ചാരിയറ്റ് റോഡ്. രഥോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് രഥം വലിച്ചു പോകുന്ന സ്ഥലമൊക്കെയാണെന്ന് തോന്നുന്നു. ഗൂഗിളിൽ കിട്ടും കേട്ടോ. ഇത് മാധവേന്ദ്ര ജ്യൂസ് സെൻ്റർ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. കാർക്കാല. താങ്ക് യു. ഇനി അടുത്ത കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് ഇസ് ദ കൊക്കും സോഡ. പുള്ളിയുടെ നല്ല സ്മൈലിംഗ് ഫേസ് അല്ലേ, നല്ല ക്യൂട്ട്. അതും കൊള്ളാം. അയ്യോ, എൻ്റെ വയറ് ഒരു കോക്ടെയിലായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസത്തിൻ്റെ നല്ലൊരു പരിസമാപ്തിയിൽ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കുറേ സോഡ വാട്ടറൊക്കെ കുടിച്ചിട്ട് നമ്മുടെ കാർക്കാല സ്കേറ്റിംഗ് ഓവർ. കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ മൂടബദ്രിയിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യും. ഇത് എന്ന് തുടങ്ങിയ കടയെന്നറിയോ? 1970 ഓൺവേർഡ്സ് ആണ് ഈ കട. രാജരാമ ബട്ട്സ് എസ്റ്റാബ്ലിഷ് 1970 എന്നാണ് എഴുതിയിരിക്കുന്നത്. അച്ഛനാ ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ കാലം തൊട്ടാണ്. ഇപ്പോൾ മാധവേന്ദ്ര ജ്യൂസ് സെൻ്ററായി മാറി. 70 എന്നൊക്കെ പറയുമ്പോൾ 30, 40, 56 വർഷത്തോളമായി. ഓക്കെ.